പ്രിയമുള്ള മോഹിനികൾ ഇവിടെ മൊഹീദ്ദീൻപള്ളിയിൽ മാസം തോറും നടത്തി വരാനുള്ള പരിശുദ്ധമായ ആത്മീയ സംഗമം ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാത്രി ഇശാനിസ്കാരത്തിന് ശേഷം 28-ാം തീയതി ഇശാനിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാവരും ആ പുണ്യ സദസ്സിൽ പങ്കെടുക്കാം. കഴിഞ്ഞ റമദാൻ മാസം നമ്മുടെ മദീനസിന്റെ ശിരണിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ നേർച്ചയും മറ്റും ഏറ്റെടുത്ത ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്ത ആളുകൾ സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ നേർച്ച എത്തിക്കാൻ വേണ്ടിയിട്ടും ഓരോരുത്തരും തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ ഇന്ന് സംസാരിച്ചത് പരിശുദ്ധമായ നമ്മുടെ ഖുർആനെ കുറിച്ചായിരുന്നു. ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തെ വിഷയമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുള്ള വിശ്വാസം. അതിനെക്കുറിച്ചുള്ള വളരെ അർത്ഥവത്തായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ടതും പകർത്തേണ്ടതും നമ്മുടെ ജീവിതം മുഴുവൻ കൊണ്ടു നടക്കേണ്ടതുമായ പല വിഷയങ്ങളാണ് പരിശുദ്ധമായ നമ്മുടെ മുത്തലാഖിനെ നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇന്ന് സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ലോകത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നാം ഓരോരുത്തരും വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്ന ആളുകളാണ്. എല്ലാം വളരെ ഉത്സാഹം. അടുത്ത പോലെ മാസം ആകുമ്പോൾ നമ്മുടെ ഉംറയ്ക്ക് വേണ്ടി യാത്ര പോകുന്ന ആളുകൾ ധാരാളം കൂടുതൽ. പണ്ട് ഒരു ഉംറ ചെയ്യാൻ വളരെ കുറവാണ്. ഹജ്ജിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ പോകുന്നത്. ഇന്ന് അതിനുള്ള സാമ്പത്തികമായ ആ വർധനവ് കാരണം നമുക്ക് ഇഷ്ടം പോലെ ഉംറയ്ക്ക് വേണ്ടി പോകാനുള്ള അവസരങ്ങൾ ധാരാളമാണ്. പണ്ട് ഏതെങ്കിലും പ്രായമുള്ള ആളുകൾ ഒരു നാട്ടിൽ വരാൻ 2 പേര് കൊല്ലത്തിൽ ഒരിക്കലും ഹജ്ജിന് വേണ്ടി പോകും, ഉംറയ്ക്ക് വേണ്ടി പോകും. എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാടിൽ ധാരാളമുണ്ട്. നിസ്കാരം കൂടുതലുണ്ട്, സ്വതക്ക കൊടുക്കുന്ന ആളുകൾ ധാരാളമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് 2 വിഷയം. അതിലൊന്ന് പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധമാണ് ഇന്ന് നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ വീടുകളിൽ ഖുർആനോടുള്ള ബന്ധം വളരെ കുറവാണ്. നമ്മൾ വലിയ നോക്കിയോ കപ്പാട്ടുകൾ ജനലിന്റെ ആ മുകളിൽ ഇഷ്ടംപോലെ ഖുർആൻ. ആ ഖുർആൻ തൊട്ടു നോക്കാതെ നാടുകൾ എത്രയാണ്. നമ്മുടെ വീടുകളുടെ കപ്പാട്ടുകളിലോ അല്ലെങ്കിൽ ഭദ്രമായി ഉയർന്ന സ്ഥലങ്ങളിൽ ആ വെച്ച ഖുർആൻ സുബഹിസ്കാരം കൃത്യമായി നിഷ്കരിക്കുന്നു. പക്ഷെ ആ നിഷ്കരിച്ച് ആ ഖുർആൻ എടുത്ത് ഒന്ന് ചുംബിച്ച് അല്ലെങ്കിൽ ആ ഖുർആൻ നോക്ക വിവാദത്താണ്. കണ്ടുകൊണ്ട് നോക്ക വിവാദത്തായ 5 വിഷയമാണ് ഇവിടെ. ഒന്ന് കഅബ നോക്കൽ വിവാദത്താണ്. മറ്റൊന്ന് പരിശുദ്ധമായ ഖുർആൻ അത് നോക്കൽ വിവാദത്താണ്. അതുപോലെ ഉമ്മാന്റെ ഉപ്പാന്റെ മുഖത്തിലേക്ക് നോക്കൽ വിവാദത്താണ്. അതുപോലെ ആലിമീങ്ങളുടെ മഹാന്മാരുടെ മുഖത്തിലേക്ക് നോക്കൽ വിവാദത്താണ്. അതുപോലെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതമായ കടലുണ്ട്. ആ കടലിന്റെ അത്ഭുതം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കടലിലേക്ക് നോക്കൽ വിവാദത്താണ്. അപ്പൊ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 5 വിവാദത്തുകളിൽ ഒരു വിവാദത്താണ് ഖുർആൻ നോക്കുക. അല്ലെ? ഇന്ന് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് അൽ-കഹ്ഫ് എന്ന ഒരു സൂറത്ത് പോലെ ചൊല്ലത്താണ്. എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് അൽ-കഹ്ഫ് ഓതിയ ആളുകൾ? കൈവന്നിക്കൊന്നും വേണ്ട, നമ്മുടെ ശരീരത്തോട് ചോദിച്ചാൽ എത്ര ആളുകളുണ്ട്? അല്ലെ? ഇല്ല. അൽ-കഹ്ഫുമായുള്ള ബന്ധം, ഖുർആനുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ധാരാളം കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സുബഹിസ്കാരത്തിന്റെ ക്ലാസിന് ശേഷം വളരെ മുസീബത്ത് പിടിച്ച ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിച്ചു. നമ്മുടെ കേരളത്തിൽ ഇസ്ലാമികമായി ഏറ്റവും ബന്ധമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയുടെ വേങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗുജരിയുടെ അക്കാരി കടയിൽ സുബ്ഹാനല്ലാഹ് അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വീട്ടുകാരെ എത്തിച്ച പരിശുദ്ധമായ ഖുർആനിന്റെ പതിപ്പുകൾ. കടലാസ് കീറിയതൊന്നുമല്ല, അല്ലെങ്കിൽ ചിതൽ കുടിച്ചതൊന്നുമല്ല. കടലാസ് കീറിയാലും ചിതൽ കുടിച്ചാലും നമ്മുടെ വീടുകളിലുള്ള ഖുർആൻ അത് ഗുജരിയുടെ കച്ചവടക്കാരന്റെ കയ്യിൽ എത്തിക്കേണ്ട ഒരു സാധനം അല്ല. പക്ഷേ അല്ലാഹുവിന്റെ നിഅമത്ത് നമുക്ക് ധാരാളമായി കൂടിയപ്പോ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഈ 2024 സെറ്റപ്പിന്റെ വീടായി പോയപ്പോ പഴയ മുസാഫിന്റെ കോപ്പികൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാൻ നമുക്ക് വളരെ ഒരു അലസതയാണ്. ഇതിനൊരു പുച്ഛമാണ്. ഇത്ര നല്ല പൈസ കൊടുത്ത കപ്പാട്ട്, ഇത്ര പൈസ ചെലവഴിച്ച വീട്, നല്ല ഫർണിച്ചർ സെറ്റപ്പുള്ള വീട്, ആ വീടിന്റെ ഉള്ളിൽ നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഉപ്പമാരെടുത്ത മുസാഫ് സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് വലിയ അടിയാണ്. അതിന്റെ പേര് ചെയ്യുന്നത് ആ മുസാഫിനെ പുതിയ കച്ചവടക്കാരന്റെ കയ്യിൽ എത്തിക്കുക. നമ്മുടെ നാട്ടിലെ മുസീബത്ത് വരാൻ വേറെ കാരണം എന്താണോ?
അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ സലാമത്ത് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും ഒരു കുതിര കച്ചവടക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ളതല്ല. ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് അത് വലിയ ബർക്കത്താണ്. പണ്ടുകാലത്തുള്ള ഉമ്മമാരൊക്കെയും നമ്മുടെ വീട്ടിലെ ഏറ്റവും ഉയർന്ന ആ പടിയിലായിരുന്നു ഖുർആനിനെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഏറ്റവും ഭംഗിയാണ്. പക്ഷേ നമ്മുടെ ഈമാനെ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല രൂപത്തിലുള്ള ചിന്താഗതിക്കാർ കടന്നു വന്നപ്പോ നമ്മുടെ വീടുകളിൽ പണ്ടുകാലത്തൊക്കെയും നമുക്കറിയാം, നമ്മുടെ ആ ടി വി തുടക്കത്തിന്റെ ആ കാലഘട്ടത്തിൽ അല്ലെ പണ്ടൊക്കെയും അതിൽ നമുക്ക് പല ചാനലുകൾ കിട്ടണമെങ്കിൽ ഏൻഡൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കാണാനില്ല. നമ്മുടെ മക്കൾ പറഞ്ഞാൽ തിരിയില്ല അല്ലെ. അത് എവിടെയാ സൂക്ഷിച്ചിരുന്നത്? എവിടെയാണ് നമ്മുടെ വീടിന്റെ മുകളിലൊന്നല്ല, അതിനേക്കാൾ ഉയർന്ന ഏതെങ്കിലും ഉയർന്ന മരത്തിന്റെ മുകളിലായിരുന്നു ആ ഏണ്ടൻ സൂക്ഷിച്ചത്. അതിന്റെ യഥാർത്ഥം ചിന്തിച്ചാൽ അതൊരു നസ്രാനികളുടെ ചിഹ്നയാണ്. ക്രിസ്തു മതത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഈമാനിനെ കബലിപ്പിക്കാൻ വേണ്ടി അന്നവർ ചിന്തിച്ചു, മുസാഫിനെക്കാൾ ഉയർന്ന സ്ഥലത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളം സൂക്ഷിച്ചാൽ കുറച്ച് നമ്മുടെ മുഅ്മിനീങ്ങളുടെ ഈമാൻ കുറഞ്ഞു വരും അല്ലെ. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് തസ്ബീഹിന്റെ മാല പിടിച്ച ഉമ്മ നിസ്കാരം കഴിഞ്ഞ നിസ്കാരപ്പായി ഇരുന്നിട്ട് യാസീൻ, അതുപോലെ വാദിയ, അതുപോലെ മുറുക്ക്, അതുപോലെ സജദ, അതുപോലെയുള്ള സൂറത്ത് അത് ഓടിക്ക് പിന്നെയും അവരുടെ വലിയ സമയമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആദമസലാം തോന്നി, തോന്നി, ദലായിലുൽ ഖൈറാത്ത് തോന്നി, സുബ്ഹാനല്ലാഹ്, അസ്മാഉൽ ഹുസ്ന തോന്നി, എന്നിട്ടും സമയം ഇതെന്താക്കിയ പിന്നെ അതാ നടത്തിക്കൊണ്ടു. ഇതിന് വിശാലിച്ചാണ് അല്ലെ. എവിടെ ഇപ്പോ തസ്ബീഹിന്റെ മാലണ്ട? ഇല്ല, തസ്ബീഹിന്റെ മാലയില്ല. ഉമ്മമാരുടെ കയ്യിൽ, പ്രായമുള്ള ഉമ്മമാരുടെ കയ്യിലും ഇന്ന് അന്ന് കുറച്ചു മുമ്പ് റിപ്പോർട്ടൊക്കെ ആയിരുന്നു. ഇന്നങ്ങനെയല്ല. മോൻ ഗൾഫിൽ പോയി അല്ലെങ്കിൽ പേരക്കുട്ടി ഗൾഫിൽ പോയി വലിയ അഭിമാനം എന്ന രൂപത്തിൽ ഉമ്മാന്റെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ആ കണ്ണ് കാണാത്ത തൊണ്ടി പോലും ഇന്ന് ഇങ്ങനെ ആ മൊബൈലിൽ പരിചയ സമയം പോയി, ഇക്കറ് ചെല്ലുന്ന സമയം പോയി, ഒതുവോടുകൂടി നിസ്കാരപ്പായി ഇരിക്കുന്ന സമയം പോയി. കാലത്തിനൊത്ത മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ നഷ്ടം? നമ്മുടെ ഈമാനിന്റെ കുറവാണ്. ആ ഈമാനിന്റെ കുറവ് വന്നത് കൊണ്ടാണ് നമ്മുടെ മുസാഫുകൾ ഏതെങ്കിലും ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ദുരവസ്ഥ വന്നത് കണ്ടിട്ടുണ്ടാവും. നാട്ടിൽ പല ആളുകൾക്കും ആ വീഡിയോ ഞാൻ അയച്ചിരുന്നു. കീരിയ മുസാഫല്ല, നല്ല മുസാഫ, നല്ല സുന്ദരമായ മുസാഫ. എന്നാ ആ കട കമ്പോട്ടേക്ക് പക്ഷെ ആ വാങ്ങിയ ആള് ഒരു അമുസ്ലിമായിരുന്നു. ഈ ഖുർആനിന്റെ വില നമുക്കറിയില്ലെങ്കിലും അവർക്കറിയാം. അവരത് കണ്ടിട്ട് അത്ഭുതത്തോടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ വിളിച്ച് വരുത്തി അവരുടെ കയ്യിൽ ആ മുസാഫ് ഏൽപ്പിച്ചു കൊടുത്തു. മുസാഫ് മാത്രമല്ല, മദ്രസയിൽ മക്കൾ പഠിച്ച ഇക്കീന്റെ കിതാബ്, അഖായിദിന്റെ കിതാബ്, അതുപോലെ തജ്വീദിലൂടെ ഖുർആനിന്റെ നിയമങ്ങൾ, അതുപോലെ ഉന്നത്ത്, അതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്ന അത്, അതുപോലെ നമ്മുടെ മക്കള് മദ്രസയുടെ നോട്ട് ബുക്ക് എഴുതിയ ആ കിതാബുകൾ, അതിൽ മുഴുവനും സ്വലാത്തും അള്ളാന്റെ പേരും റസൂലുള്ളാഹിന്റെ പേരും മലക്കുകളുടെ പേരും ഒക്കെ ഉള്ളത് നമ്മുടെ ഉമ്മമാർ. എന്തിനു വേണ്ടി? ഒരു 30 രൂപയ്ക്ക് വേണ്ടി. കൂടുതൽ പൈസ കിട്ടൂല. എത്ര കെട്ടുകൊടുത്താലും ഒരു 100 രൂപ ഉള്ളില. ഈ 100 രൂപയ്ക്ക് വേണ്ടി ചോദിക്കുമല്ലോ. അങ്ങനെ അതല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇതൊന്ന് പോയി കിട്ടട്ടെ എന്ന ചിന്തയോടുകൂടിയില്ല വിൽപ്പന നടത്തിയതെങ്കിൽ ഇന്നാലില്ല മുസീബത്ത്. ആ വിറ്റ ആളുകൾ മാത്രമല്ല, നമ്മുടെ നാട് മുഴുവനും അത് ബാധിക്കും. ഞാൻ പറഞ്ഞതാ, ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കുണ്ട്, പള്ളിയെ ഡെക്കറേഷൻ ചെയ്യലുണ്ട്, പള്ളിക്ക് വേണ്ടി കൊടുക്കലുണ്ട്, പള്ളിയുടെ പണി നടത്തലുണ്ട്, എല്ലാം ഉണ്ട്. പള്ളിന്റെ ഉള്ളിലുള്ള മുസാഫ് തൊട്ടും വെക്കാൻ സമയമില്ല. നിസ്കാരത്തിന് ആ കാരണം ആ വരുന്നുണ്ട്. ആള് വീട്ടിൽ പോയി ഒന്നുണ്ടാവും, എന്നാലും പള്ളിയിൽ വെച്ച മുസാഫല്ലേ അല്ല. അപ്പൊ മുസാഫ് അഭിപ്രായം ഞങ്ങൾ പറഞ്ഞതാണ്. മുസാഫ് അതിന് തൊടാതെ അതുപോലെ വെച്ചാൽ ആ മുസാഫ് ഞങ്ങൾ ശമിക്കുന്ന. ഞാൻ അതിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് എടുത്ത് ഒന്ന് നോക്കി ഒന്ന് മണത്ത് വെച്ചുണ്ട്. ബന്ധം കുറഞ്ഞു. നമുക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒരു മദ്രസ 5ാം ക്ലാസ് ആകുമ്പോൾ യാസീനൊക്കെ കാണാൻ പാടായിരുന്നു. നമ്മുടെ മക്കൾക്ക് അതും ഇല്ല, യാസീനില്ല, കാണാതെ അറിയില്ല, നോക്കി കാണാൻ പോലും അറിയില്ല. പിന്നെ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ മുസീബത്ത് വന്നതാണ്. മറ്റൊന്ന് അതവില്ല. പണ്ട് കാലത്ത് എന്തെങ്കിലും അതവുണ്ടാക്കില്ല. സാധുമാരെ കാണുമ്പോ അതവും, ഉപ്പാനെ കാണുമ്പോ അതും, ഫ്രണ്ടിന്റെ സിലോട്ടിൽ ഇരുന്നാലും അവരെ ബാക്കിലാണ് പോകും. ബാക്കിൽ എന്റെ ഉപ്പാനെ പേടിയാണ്. അഥവാ ഉപ്പാന്റെ കയ്യിൽ മുന്നിൽ എങ്ങനെ പോകും, ഉപ്പാന്റെ മുന്നിൽ എങ്ങനെ നിൽക്കും എന്നോ നിന്നിട്ടുണ്ടാവും. നമ്മള് കസാറിന്റെ പോലെ കാറിന്റെ പോലെ കാറ് വെച്ചിട്ട് ഇരിക്കും. നമ്മുടെ മക്കൾ അങ്ങനെയാണ്. അതവില്ലാത്ത കാലാണ്. ഞാൻ പറഞ്ഞത് ഉപ്പാനെ പിന്നെ ബഹുമാനമില്ലാതെ വിളിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഉപ്പാനെ പേര് വിളിച്ച് വിളിക്കുന്ന ആളുകൾ, ഉമ്മാനെ പേര് വിളി, ഉമ്മാനെ നീ എന്ന് വിളിക്കുന്ന ആളുകൾ. ഉമ്മാനെ വിളിക്കേണ്ടത് നിങ്ങൾ എവിടെ വെച്ചാൽ
കഴിച്ച, നിങ്ങൾ കുടിച്ച, നിങ്ങൾ മരുന്ന് കഴിച്ച, ഇപ്പൊ നീ തിന്ന, നീ കുടിച്ച ഉമ്മാനോട് നീ എന്ന് പറയാൻ എന്താ കാരണം? അതറിയില്ല. ഖുർആനുമായുള്ള ബന്ധവും അതുപോലെ അതവും നഷ്ടപ്പെട്ടു പോയ വലിയ ഒരു മുസീബത്ത് പിടിച്ച ഒരു കാലത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിലേക്ക് പറഞ്ഞാണ്. ഖുർആനിലേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഖുർആന്റെ അർത്ഥം പഠിക്കാനല്ല എന്ന് പറയാൻ പറഞ്ഞാൽ ഖുർആൻ അർത്ഥം അറിയണം. ഖുർആൻ അർത്ഥം അറിഞ്ഞിട്ട് ഒരാൾക്ക് ഖുർആന്റെ അർത്ഥം അയാളറിയാം എന്ന് അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു സുന്നത്തിനാണ് ഞാൻ സുന്യനാണ്. അതുപോലെ വേണ്ട ആഗ്രഹമായിരുന്നു. ഇടയ്ക്കിടെ പണിയൊന്നാലും പറയും സാറേ ഞാൻ ഖുർആൻ ക്ലാസ് എടുത്തോളൂ, ഖുർആൻ അർത്ഥം പഠിപ്പിച്ചോളൂ. ഖുർആന്റെ അർത്ഥം അറിയാതെ ഒന്നിന്റെ കാര്യമാണ്. ഖുർആന്റെ അർത്ഥം ഖുർആൻ നോക്കിയാൽ എന്നെ കൂടിയാണ്. ഞാൻ പറഞ്ഞില്ല ഖുർആൻ നോക്കിയാൽ എന്നെ കൂടിയാണ്. ഞാൻ അർത്ഥം അറിയണമെന്നില്ല. അത് ഓതിയാലും കൂടിയാണ്, ഓതിയാലും കൂടിയാണ്, അതിനെപ്പറ്റി ചിന്തിച്ചാലും കൂടിയാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യമായി നമ്മുടെ നിസ്കാരത്തിന്റെ ബാധ്യതയുടെ അർത്ഥം അതറിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. നമ്മുടെ നിസ്കാരത്തിന്റെ പ്രത്യേകമായ ഒരു ഭക്തി കിട്ടാൻ കാരണം നാം എപ്പോഴും ഓതുന്ന സൂറത്തുകൾ അതിനർത്ഥം പറഞ്ഞാൽ അത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകമായ ഒരു ഭക്തി ഉണ്ടാവും. അത് തന്നെ വേണമെന്നില്ല. ഇത് ചെയ്യാനോ ഞങ്ങൾക്ക് മംഗലാപുരത്ത് വലിയൊരു ഓഫീസറുണ്ട്. അങ്ങനെ സെറ്റപ്പിന്റെ ഓഫീസർ. അതുപോലെ പണിക്കാരുണ്ട്. അതിന് മിക്കവാറും പണിക്കാർ പെണ്ണുങ്ങളാണ്. ഇവിടെ മുസ്ലിം സൗകര്യമായിട്ടും അല്ലാത്ത ആളുകളുണ്ട്. അപ്പോ ഞാൻ അയാളോട് നിങ്ങൾക്കെല്ലാം അറിയാം. ആ ഏകദേശം കുറച്ചല്ല ഞാനിങ്ങനെ പരിഭാഷ നോക്കിയിട്ട് അർത്ഥത്തിലേക്ക് കുറച്ചല്ല അറിയുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ ആ ഓഫീസിൽ പെണ്ണുമക്കളില്ലേ? ആ പെണ്ണുമക്കളൊക്കെ മുഖം മറിച്ചിട്ടാണോ പണിയെടുക്കുന്നത്? അല്ല മുഖം തോന്നിട്ടാണ്. മുഖം മറിച്ചിട്ട് പണിയെടുക്കാൻ പറ്റുമോ സാർ? ഓഫീസറിൽ ആളുകൾ വരുമ്പോ അവരോട് സംസാരിക്കും. അപ്പൊ നിങ്ങൾ അവരുടെ മുഖം നോക്കിയിട്ടാണോ സംസാരിക്കുന്നത്? ആ മുഖം നോക്കിയിട്ട് നിങ്ങൾ ആ പെണ്ണുങ്ങളെ മുഖം നോക്കാൻ പറ്റുമോ? ഖുർആൻ എന്ന് പറയുന്നു. ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ എന്താ പറഞ്ഞത്? അന്യ സ്ത്രീകളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണടക്കണം. കണ്ണടക്കണം. ഈ ആയത്തിന്റെ അർത്ഥം ഒരാൾക്ക് അറിയും. എന്നിട്ട് അയാൾ ആ പെണ്ണിന്റെ മുഖം നോക്കിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം പഠിച്ചിട്ടുണ്ട കാര്യം പഠിക്കണ്ടെന്ന് പറഞ്ഞാല് പഠിക്കണം. പഠിക്കണം നല്ലതാണ്. പക്ഷെ പഠിച്ചിട്ട് പിന്നെ അതുപോലെ നാം പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റം കൊടുക്കും. നിശ്ചയിക്കണോ എന്ന ആയത്തിന് അർത്ഥം എന്താ അറിയാം. എന്നിട്ട് നിശ്ചയിക്കുന്നില്ല. സകാത്ത് കൊടുക്കുന്ന എത്ര മുതലാളിമാരുണ്ട്? സകാത്ത് കൊടുക്കാത്ത ആളുകൾ ഓരോ ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറയുന്നത് പരിചയപ്പെടുത്താൻ ഖുർആനിന്റെ ആളുകളാണ്. എന്നിട്ട് ഖുർആന്റെ ചില അർത്ഥങ്ങളൊക്കെ പറയും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മുതലിന്റെ സക്കാത്ത് കൊടുക്കണോ? എന്നിട്ടോ സക്കാത്ത് കൊടുക്കാൻ കൊടുക്കും. സക്കാത്തില്ല അർത്ഥം അറിയാം. എന്താ കാര്യം? അതെന്താ വേണ്ടത്? ഖുർആനെ ബഹുമാനിക്കണം, ഖുർആനെ ആദരിക്കണം. ഖുർആനുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ഉണ്ടായാൽ അർത്ഥം പറഞ്ഞാലും ഇല്ലെങ്കിലും ബന്ധമുണ്ടോ? നീ ആഖിറത്തിൽ പ്രയാസപ്പെടുമ്പോൾ നിനക്കത് ശുപാർശകനായി വരും. മരിച്ചാൽ നമുക്കറിയാം 40 ദിവസക്കാലം നമ്മുടെ വീടുകളിൽ നമ്മുടെ കബറിന്റെ അടുത്ത് പലപ്പോഴും ഖുർആൻ ഓതുന്നു. എന്തിനാ ഓതുന്നത്? മരിച്ച ആളുകൾക്ക് ഖുർആൻ ഓതിയാൽ ആ കബറിൽ കിടക്കുന്ന ആളുകൾക്ക് ആശ്വാസം ഉണ്ടാവും. മറ്റ് 40 ദിവസമാണ് അവരിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ദിവസം. 40 ദിവസം. ആ ദിവസം രക്ഷപ്പെട്ടാൽ പിന്നെ അൽഹംദുലില്ലാ അയാൾക്ക് സന്തോഷിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മുഖാമികൾ കബറിന്റെ അടുത്ത് ഖുർആൻ ഓതുന്നത്. മരിച്ച് വീടിന്റെ ഉള്ളിൽ 40 ദിവസം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദിനെ തന്നെ നിയമിക്കുന്ന പതിവ് മുൻകാലത്ത് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. സാറേ നിങ്ങൾ 40 ദിവസം ഖുർആൻ ഓതണം. ഇന്നോ മരിച്ചിട്ട് 3 ആളെ കാക്കാം. പിന്നെ ഇതിപ്പോ മരിച്ച വരെയാണോ അല്ല എന്ത് വരാൻ അറിയുന്നില്ല. ഖുർആൻ ഓതിയില്ല, ഒരു ബന്ധമില്ല. ആ രൂപത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങാം. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഖുർആനെ കുറിച്ച് അന്ന് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഖുർആൻ കൊണ്ട് പല ആളുകൾ കിടക്കാവുന്നതാണ്. ഖുർആൻ കൊണ്ട് പല ആളുകൾ നന്നാവുന്നതാണ്. ഇന്ന് എത്രയോ പാർട്ടികൾ നമ്മുടെ ഇടയിൽ എല്ലാവരും തെളിവായിട്ട് കൊണ്ടുവന്ന ഖുർആനാണ്. എല്ലാവർക്കും ഖുർആൻ ഓരോന്നും ഖുർആൻ ഞമ്മൊന്നും ഖുർആൻ. പക്ഷേ അള്ളാഹു പറഞ്ഞതാ ഖുർആൻ അത് മനസ്സിലാക്കാതെ ജീവിച്ചാൽ ഖുർആൻ കൊണ്ട് പല ആളുകൾ അത് തെറ്റായ വഴിയിൽ പോകും. പല ആളുകൾ നന്നാവും. എന്നൊരു ഖുർആൻ എന്ന് പറഞ്ഞു അമ്മാനികളല്ലാതെ ഖുർആൻ കൊണ്ട് വഴി തിരിച്ചു പോകില്ല. അമ്മാനികളെ ഖുർആനോട് വഴിവെച്ചു പോകുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷിക്കാം. കാരണം നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നതും അതിന്റെ ആശയങ്ങൾ അറിയിച്ചു തരുന്നതും നമ്മുടെ വാക്കുകളായ അലിമീങ്ങളാണ്. അലിമീങ്ങൾ ആരാണ്? വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തര അവകാശികളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാനും ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാനും അവസാനം ഖുർആൻ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള നല്ല മരണം അല്ലാഹുവിനെ ഏറ്റെടുക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. آمين إلى حضرة حبيبنا المصطفى محمد. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.